വഴിവിട്ട ബന്ധങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളിലാണ് കലാശിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പക്വതയില്ലായ്മ മുതലെടുത്ത് അവരെ പോലും ഇത്തരം ബന്ധങ്ങളിൽ തളച്ചിടുന്ന ചിലരുണ്ട്. ആലപ്പുഴയിൽ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിട്ടുള്ള 38-കാരൻ 17 വയസ്സുള്ള വിദ്യാർത്ഥിനിക്കൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിലും ഇങ്ങനെയൊരു ബന്ധമുണ്ട് എന്നാണ് വിവരം. പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് യുവാവിനെ പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് ഇരുവരുടെയും മരണം. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോൾ ആദ്യം. സ്വാഗതം. ആലപ്പുഴയിൽ യുവാവും വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. ചെറുതന സ്വദേശി ശ്രീജിത്ത്, പള്ളിപ്പാട് സ്വദേശിയായിട്ടുള്ള 17 വയസ്സുള്ള വിദ്യാർത്ഥിനി എന്നിവരാണ് മരിച്ചത്. ഹരിപ്പാട് കരുവാറ്റിലായിരുന്നു സംഭവം. ട്രാക്കിലേക്ക് ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചുവെങ്കിലും അത് കൂട്ടാക്കാതെ ഇരുവരും ചാടുകയും നിമിഷനേരം കൊണ്ട് ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. ശ്രീജിത്തും പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ പരാതി നൽകിയത്. ഇയാളെ പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് ഇരുവരുടെയും ആത്മഹത്യ. ഉച്ചയ്ക്ക് 12 മണിയോടെ കൊച്ചുവേളി അമൃതസർ എക്സ്പ്രസിന് മുന്നിലേക്ക് ഇരുവരും ഒന്നിച്ചെത്തി ചാടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി. ബൈക്ക് റോഡരികിൽ വെച്ച ശേഷം ഇരുവരും നടന്നാണ് കരുവാറ്റ ഹോൾട്ട് സ്റ്റേഷനിൽ എത്തിയത്. തുടർന്ന് ട്രാക്കിലേക്ക് ഇറങ്ങി ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. ട്രാക്കിലേക്ക് ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചെങ്കിലും നിമിഷനേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചു. ശ്രീജിത്തും മരിച്ച 17-കാരിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശ്രീജിത്ത് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഇയാളുടെ ഭാര്യയുടെ അയൽവാസിയാണ് മരിച്ച പെൺകുട്ടി. പെൺകുട്ടിയുടെ വീട്ടുകാർ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് പെൺകുട്ടിയെ വിളിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ശ്രീജിത്തിനെ അന്വേഷിക്കുന്നതിനിടയിലാണ് മരണം. വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിന്റേതാണെന്നാണ് നിഗമനം. ഹരിപ്പാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സംഭവത്തെ തുടർന്ന് കൊച്ചുവേളി അമൃതസർ എക്സ്പ്രസിന് പിന്നാലെ എത്തിയ നേത്രാവതി എക്സ്പ്രസ് അരമണിക്കൂറോളം പിടിച്ചിടേണ്ടി വന്നു. ഹരിപ്പാട് പോലീസ് എത്തിയാണ് മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 ആലപ്പുഴ. കണ്ണൂർ മട്ടന്നൂർ കോടോളിപ്പുറത്ത് ദമ്പതികൾ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഗോകുലം വീട്ടിൽ ബാബു, ഭാര്യ സജിത എന്നിവരാണ് മരിച്ചത്. ഉച്ചയായിട്ടും വീട് തുറക്കാത്തതോടെ ഇവരുടെ മകൻ വീട്ടിലെത്തി മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 12ഓടെ വീടിനുള്ളിലാണ് ദമ്പതിമാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 58-കാരനായ ബാബുവിനെ കിടപ്പുമുറിയിലും 55 വയസ്സുള്ള സജിതയെ ഹാളിലെ ഫാനിലുമാണ് തൂങ്ങിയ നിലയിൽ കണ്ടത്. അതേസമയം സജിത ഫാനിൽ തൂങ്ങാൻ കയറിയ കസേരയും മറ്റും ഇവിടെ കാണാനില്ല. ഭാര്യയുടെ മരണത്തിനു ശേഷമാണ് ബാബു മരിച്ചതെന്ന് പോലീസിന് സംശയമുണ്ട്. ബാബുവും സജിതയും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. മകൾ ഭർത്താവിന്റെ വീട്ടിലും മകൻ ഭാര്യ വീട്ടിലും പോയിരുന്നു. ഉച്ചയായിട്ടും വീട് തുറക്കാത്തതിനാൽ സമീപത്ത് താമസിക്കുന്നവർ മകൻ സുഭിജിത്തിനെ വിവരമറിയിച്ചു. ഇയാൾ വീട്ടിലെത്തി മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വിദേശത്തായിരുന്ന ബാബു 10 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. പലിശയടക്കം 25 ലക്ഷത്തോളം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നുവെന്നും
ഇതിന്റെ പ്രയാസത്തിലായിരുന്നു ബാബുവെന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. മട്ടന്നൂർ SI CP ലിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി പരിശോധിച്ചു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവൂ എന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ. MDMA എന്ന് കരുതി പോലീസ് പിടികൂടിയത് കൽക്കണ്ടപ്പൊടി. നിരപരാധികളായ കാസർകോട്ടെ ബസ് ഡ്രൈവർ അടക്കം 2 പേർ ജയിലിൽ കിടന്നത് 150 ദിവസവും. രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസ് കോടതി തള്ളി. സംഭവത്തിൽ പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കാസർഗോഡ് മാലക്കല സ്വദേശി ബിജു മാത്യുവും കണ്ണൂർ വാരത്തെ മണികണ്ഠനും. MDMA എന്ന് കരുതി പോലീസ് പിടികൂടിയത് കൽക്കണ്ടപ്പൊടിയാണെന്ന് വ്യക്തമായത് ശാസ്ത്രീയ പരിശോധനയിലാണ്. രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരപരാധികളായ 2 പേർ 150 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങി. കാഞ്ഞങ്ങാട് മാലക്കല്ല് 18 മൈൽ ചെരുമ്പഞ്ചാൽ ഞരളാട്ട് ഹൗസിൽ ബിജു മാത്യു, കണ്ണൂർ വാരം നന്ദനത്തിലെ മണികണ്ഠൻ എന്നിവരെയാണ് നിരപരാധികളെന്ന് തെളിഞ്ഞ് കോടതി വിട്ടയച്ചത്. കോഴിക്കോട് സിറ്റി നർക്കോട്ടിക് സെല്ലിന്റെ അശ്രദ്ധ കൊണ്ട് 5 മാസം ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. 60 ഗ്രാം തൂക്കമുള്ള പൊതിയാണ് കോഴിക്കോട് വെച്ച് ഇവരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. കുട്ടികൾക്ക് കൊടുക്കേണ്ട കൽക്കണ്ടപ്പൊടിയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് സമ്മതിച്ചില്ല. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇവർ റിമാൻഡിലാവുകയായിരുന്നു. ഹാജരാകാൻ അഭിഭാഷകരില്ലാത്തതിനാൽ കോടതി ഇവർക്ക് അഭിഭാഷകൻ അനുവദിച്ചു. അതിനിടെയാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയ വസ്തുവിന്റെ രാസപരിശോധനാ ഫലം പുറത്തു വന്നത്. പിടികൂടിയത് MDMA അല്ലെന്ന പരിശോധനാ ഫലം വന്നതോടെ നിരപരാധികളെ കേസിൽ നിന്നു തന്നെ ഒഴിവാക്കി സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴും പിടിച്ചത് ലഹരി മരുന്നല്ലെന്നും നടപടി ഉണ്ടാകണമെന്നും പോലീസിനോട് ആവർത്തിച്ചെങ്കിലും ചെവി കൊണ്ടില്ലെന്ന് ഇവർ പറയുന്നു. സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്ന ബിജു ലഹരി മരുന്ന് കേസിൽപ്പെട്ടതോടെ നാട്ടിലും വീട്ടിലും ഒറ്റപ്പെട്ട് അപമാനിതനായി. ജോലി നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിയതായി ബിജു പറയുന്നു. നാട്ടിലിറങ്ങി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ആൾക്കാരുടെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും ഒരു പരിഹാസപാത്രമായിട്ട് ഞാൻ മാറിയിരിക്കുക. കാരണം ഈ നാട്ടിൽ നമ്മുടെ മലയോര ഏരിയ ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, മലയോര ഏരിയ ആണ്. ഈ നാട്ടിലെ ആദ്യത്തെ ഒരു കേസാന്ന് തോന്നുന്നു എന്തെങ്കിലും കേസിൽ ഞാൻ പോയി കിടക്കുന്നത്. അപ്പം മൊത്തത്തിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. എല്ലാം മൊത്തത്തിൽ ക്യാൻസലാക്കി. എല്ലാം അവരവസ്ഥ. ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ ഇപ്പോൾ 2-3 പേരെ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബന്ധം പോലും എനിക്കില്ല. നിരപരാധികളെ പിടിച്ചിട്ട് ഉള്ളിയിട്ട് 110 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് നേട്ടം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കസ്റ്റഡിയിലെടുത്തിട്ട് ഞങ്ങൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നായിരുന്നു. ആ സമയത്തെങ്കിലും ഇവർക്ക് രാസപരിശോധന ഏതെങ്കിലും ഒരു തഹസിൽദാരോ അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസർമാർ വലിയ ഓഫീസറുടെ സാന്നിധ്യത്തിൽ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കോടതിയിൽ സമർപ്പിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ആ 13-14 ദിവസം ഞങ്ങളെ കോടതി വെറുതെ വിടുമായിരുന്നു. ഇത് അതുപോലെ അവർ ചെയ്തില്ല. അതെല്ലാം അവരുടെ അനാസ്ഥയാണെന്ന് ഞാൻ പറയാം. കോഴിക്കോട് ജില്ലാ ജയിലിലായിരുന്നു 150 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. NDPS കേസുകൾ കൈകാര്യം ചെയ്യുന്ന വടകര സ്പെഷ്യൽ കോടതിയാണ് കേസ് തള്ളിയത്. സംഭവത്തിൽ പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇരുവരും. ന്യൂസ് 18 കാസർഗോഡ്. സമീപകാലത്തായി വീട് വിട്ടിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. കൊച്ചിയിൽ നിന്ന് ചൊവ്വാഴ്ച കാണാതായ 13 വയസ്സുകാരനെ ഇടുക്കി തൊടുപുഴയിൽ കണ്ടെത്തി. കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ച കൈനോട്ടക്കാരൻ ശശികുമാറിനെതിരെ പോക്സോ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. കുട്ടി ഒപ്പമുണ്ടെന്ന് ശശികുമാർ പിതാവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു.
തൊടുപുഴയിലെത്തിയെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തി വരുമ്പോഴാണ് കുട്ടി തന്റെ ഒപ്പമുണ്ടെന്ന് കൈനോട്ടക്കാരൻ ശശികുമാർ കുട്ടിയുടെ പിതാവിനെ വിളിച്ചറിയിച്ചത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്നും ശശികുമാറിനൊപ്പമാണ് കുട്ടിയെ കണ്ടെത്തിയത്. CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ പറ്റിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ കുറച്ച് ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ കളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോട് കൂടി വാങ്ങിയത്. ഇന്ന് രാവിലെ കുട്ടി അവസരമല്ലോ അല്ല, അങ്ങനെയൊന്നുമില്ല, ഒരു ക്ഷീണമുണ്ട്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ പകുതി കഴിച്ചിറങ്ങിയാണ് രാവിലെ 7 മണിക്ക്. സിനിമാ ലൊക്കേഷൻ കാണാനാണ് തൊടുപുഴയിലെത്തിയതെന്നാണ് കുട്ടി നൽകിയ മൊഴി. കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയത് മുതൽ ശശികുമാർ കസ്റ്റഡിയിൽ വെച്ചെന്നും പോലീസ് പറഞ്ഞു. തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ കൊച്ചി എളമക്കര പോലീസിന് കൈമാറി. പോക്സോ 7, 8 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശശികുമാർ ഉപദ്രവിച്ചെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ടെന്നും കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. തൊടുപുഴ എത്തിയിട്ടുണ്ടെന്നുള്ള സംശയത്തിൽ നമ്മളെ ഇപ്പോൾ ചെയ്തത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടുന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബ് ഇതിനകത്ത് ഈ തൊടുപുഴയെ പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ്. എളമക്കര പോലീസിന് കൈമാറിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. ചൊവ്വാഴ്ച സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടി വീട്ടിലെത്തിയില്ല. പിതാവ് നൽകിയ പരാതിയിൽ എളമക്കര പോലീസ് അന്വേഷണം നടത്തി വരുമ്പോഴാണ് കുട്ടിയെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തിയത്. കുട്ടിയെ രക്ഷിതാക്കൾക്ക് കൈമാറി. ന്യൂസ് 18 ഇടുക്കി, കൊച്ചി. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിനി. ആഗ്രയിൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു. കുട്ടിയുടെ സമീപവാസിയായ പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് എന്ന് പറഞ്ഞ് പോലീസ് ആദ്യം പ്രതിയെ വിട്ടയച്ചുവെങ്കിലും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ മാസം 18-ാം തീയതിയായിരുന്നു സംഭവം. വീടിന് സമീപത്തെ ക്ഷേത്രത്തിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ പ്രതിയായ പവിത്ര ക്ഷേത്രത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ മുത്തശ്ശിയെ കണ്ട് പ്രതി ഇവരെ തള്ളിമാറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതി മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്ന് പറഞ്ഞ് ആദ്യം വിട്ടയച്ചതായാണ് ആക്ഷേപം. പവിത്ര മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ വിട്ടയച്ചത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ വൈറലായതോടെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ക്ഷേത്രത്തിനുള്ളിൽ കുട്ടിയെ പീഡിപ്പിച്ച സംഭവം പ്രദേശത്താകെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വിഷ്ണുദാസ്, ഷോളയൂർ സ്വദേശി റജി മാത്യു എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ
മണ്ണാർക്കാട് കോടതി റിമാൻഡ് ചെയ്തു. അഗളി ചിറ്റൂർ ഉന്നതിയിലെ സിജു എന്ന 19-കാരനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഞായറാഴ്ച വൈകിട്ട് 4ഓടെ ചിറ്റൂർ പുലിയറ റോഡിൽ കട്ടേക്കാടാണ് സംഭവം. റോഡിലൂടെ നടന്നുവരികയായിരുന്ന സിജു കാൽ തെറ്റി വീണപ്പോൾ മനഃപൂർവ്വം വാഹനത്തിനു മുന്നിൽ വീണതാണ് എന്ന് പറഞ്ഞ് അതുവഴി വന്ന പിക്കപ്പ് വാനിലെ 2 പേർ മർദ്ദിച്ചുവെന്നാണ് പരാതി. കയർകൊണ്ട് കെട്ടിയിട്ട് വലിച്ചുകൊണ്ടുപോകുന്നതിന്റെ അടക്കം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ്, ഷോളയൂർ സ്വദേശി റെജി മാത്യു എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാൽ ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറും സഹായിയുമാണ് ഇവർ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നമ്മുടെ നാട്ടിലൊന്നും കേൾക്കാത്ത പോലും ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ്. ഒരാളെ കയറിൽ കെട്ടിയിട്ട് ഒരു പോസ്റ്റിനോട് ചേർത്ത് കെട്ടിയിട്ട് അയാളെ ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിനെ അർദ്ധനഗ്നനാക്കി പരേഡ് നടത്തിയെന്നും കൂടെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പ്രതികൾ വളരെ ക്രൂരമായാണ് അയാളെ മർദ്ദിച്ചിട്ടുള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 ദിവസത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അട്ടപ്പാടിയിൽ നിന്ന് തന്നെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കേസിൽ ആദ്യം പോലീസ് മൃദു സമീപനം സ്വീകരിച്ചതായി ആക്ഷേപമുയർന്നിരുന്നു. വാഹനത്തിന്റെ ചില്ല് തകർത്തതിനാണ് യുവാവിനെ കെട്ടിയിട്ടത് എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. സിജു ബഹളം വെച്ചപ്പോൾ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. സംഭവ സമയം സിജു മദ്യലഹരിയിലായിരുന്നുവെന്നും ആരോപണമുണ്ട്. പാൽവണ്ടി തടയുകയും കേടുവരുത്തുകയും ചെയ്തതായി കാട്ടി സിജുവിന് എതിരെ വാഹനത്തിന്റെ ഉടമ അഗളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. വയനാട് മാനന്തവാടിയിൽ യുവതിയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതി ദിലീഷിനെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തി. യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് കേസ്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ദിലീഷ് ഒപ്പം കഴിഞ്ഞിരുന്ന തിരുനെല്ലി സ്വദേശിനിയെ വെട്ടിക്കൊന്ന ശേഷം അവരുടെ മകളെ തട്ടിക്കൊണ്ടുപോയത്. 13 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് തിങ്കളാഴ്ച രാവിലെ കുട്ടിയെയും ദിലീഷിനെയും പോലീസ് കണ്ടെത്തുന്നത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലി സ്വദേശിനി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ യുവതിയുടെ മൂത്ത മകൾക്കും പരിക്കേറ്റിരുന്നു. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ പ്രതി ദിലീഷിനെയും ഇളയ കുട്ടിയായ 9 വയസ്സുകാരിയെയും കാണാതായിരുന്നു. കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടുപോയതാണെന്ന് പിന്നീട് വ്യക്തമായി. പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തിയത്. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിലായിരുന്നു ഇരുവരും. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിലാണ് പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുത്തത്. കൊലക്കുറ്റത്തിന് പുറമെ 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതിനും പ്രതിക്കെതിരെ കേസെടുത്തു. ഇതിനു പുറമെ കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ കേസും ദിലീഷിനെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കി. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പ്രാഥമിക തെളിവെടുപ്പും പോലീസ് പൂർത്തിയാക്കി. പ്രതി റിമാൻഡിലാണ്.
News 18 വയനാട്. കോഴിക്കോട് ബേപ്പൂരിലെ ലോഡ്ജ് മുറിയിൽ മത്സ്യത്തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. കൊല്ലം സ്വദേശിയായിട്ടുള്ള സോളമനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ കൊല്ലം വാടിക്കൽ മുദാക്കര ജോസിനെ ഫറോക്ക് ACP AM സിദ്ദിഖിന് കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ബേപ്പൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതി ആലപ്പുഴയിലെ പുന്നപ്രയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ശനിയാഴ്ച രാവിലെയാണ് ബേപ്പൂർ ഹാർബർ റോഡ് ജംഗ്ഷനിലെ 3 സ്റ്റാർ ലോഡ്ജിലെ മുറിയിൽ കൊല്ലം സ്വദേശി സോളമനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ താമസിച്ചിരുന്ന 4 പേരെ കാണാനില്ലായിരുന്നു. ആദ്യം തന്നെ കൊലപാതകമാണ് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. തുടർന്നാണ് പ്രതി കൊല്ലം വാടിക്കൽ മുദാക്കര ജോസിനെ ആലപ്പുഴ പുന്നപ്രയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പോകുന്നതിനിടെ പിടികൂടിയത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ സുഹൃത്തായ അനീഷാണ് ലോഡ്ജിൽ മുറി വാടകയ്ക്കെടുത്തിരുന്നത്. അനീഷും ജോസും ഉൾപ്പെടെ 4 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച ബാക്കി 3 പേരും നാട്ടിലേക്ക് പോയിയെങ്കിലും ജോസ് മാത്രം ലോഡ്ജിൽ തങ്ങി. തുടർന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സോളമനെ യാദൃച്ഛികമായി പരിചയപ്പെട്ടത്. കൊല്ലത്ത് ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. തുടർന്ന് മുറിയിലെത്തിയ ഇരുവരും മദ്യപിച്ചെന്നും ഇതിനു പിന്നാലെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം ജോസ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്തതും കോഴിക്കോട് കൊല്ലം റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളുടെ ലഭ്യതക്കുറവും പ്രതിയെ കണ്ടെത്തുന്നതിൽ തുടക്കത്തിൽ വെല്ലുവിളിയായി. കായംകുളത്ത് വെച്ച് ഒരു അപരിചിതനിൽ നിന്ന് ഫോൺ വാങ്ങി ജോസ് അമ്മയെ വിളിച്ചു. ഇതാണ് പോലീസിന് തുമ്പായത്. ബുധനാഴ്ച പുലർച്ചെ പുന്നപ്രയിലെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലെത്തിയ പ്രതി ഇവിടെ നിന്ന് വസ്ത്രം മാറി തൂത്തുക്കുടിയിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാലക്കാട് പോത്തുണ്ടിയിൽ 3 പേരെ കൊന്ന ചെന്താമരയെ നടുക്കത്തോടെ ഓർക്കാൻ കഴിയും. സജിത കൊലക്കേസിൽ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. എന്നാൽ പ്രതി കുറ്റം നിഷേധിച്ചു. 2019 അയൽവാസി സജിതയെ കൊന്ന ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ജനുവരിയിലാണ് സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അയൽവാസി സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചെന്താമരയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ പ്രതി കുറ്റം നിഷേധിച്ചു. പാലക്കാട് ജില്ലാ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് ചെന്താമരയെ ഹാജരാക്കിയത്. കോടതിക്ക് പുറത്തിറങ്ങിയ ചെന്താമര മാധ്യമങ്ങളോട് ചോദ്യങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് മറുപടി പറഞ്ഞു. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ളവ വൈകിയ സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ നടപടികൾ വൈകിയിരുന്നു. ഇരട്ടക്കൊലക്കേസ് കൂടി വന്നതോടെയാണ് അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. സജിതയുടെ മൃതദേഹത്തിൽ നിന്നും കണ്ടെടുത്ത ചെന്താമരയുടേതെന്ന് കരുതുന്ന തലമുടി മൈറ്റോകോൺഡ്രിയൽ DNA പരിശോധന നടത്തിയ ഫലം ഉൾപ്പെടെയുള്ളവ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. കേസ് അടുത്ത മാസം 4 മാറ്റി. സജിത കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ സമയത്താണ് സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം. ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇയാളും ഭാര്യയും പിരിഞ്ഞു കഴിയുകയായിരുന്നു. താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അയൽവാസികളാണെന്നായിരുന്നു ചെന്താമരയുടെ ധാരണ.
ഭാര്യയുടെ അടുത്ത സുഹൃത്തായിരുന്ന സജിതയെ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയം പിറകിലൂടെ എത്തി കത്തികൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. ജീവനെടുത്തിട്ടും യാതൊരു കൂസലുമില്ലാത്ത ചെന്താമര ഇപ്പോഴും പോത്തുണ്ടി നിവാസികൾക്ക് പേടി സ്വപ്നമാണ്. ന്യൂസ് 18 പാലക്കാട്. മംഗലാപുരത്ത് പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹീമിന്റെ കൊലപാതക കേസിൽ 15 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വർഗീയ വിദ്വേഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പരാതി. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ്. മംഗളൂരു കൊൽത്തമജലു ജുമാ മസ്ജിദ് സെക്രട്ടറിയും പിക്കപ്പ് വാൻ ഡ്രൈവറുമായ അബ്ദുൾ റഹീമിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ പ്രദേശവാസികളായ ദീപക്, സുമിത് ആചാര്യ എന്നിവർ ഉൾപ്പെടെ 15 പേർക്കെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നാട്ടിൽ സമാധാനം തകർത്ത് വർഗീയ സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പരാതി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. മണലിറക്കാനെത്തിയ അബ്ദുൾ റഹീമിനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചിറക്കി വാളുകൾ, കത്തികൾ, ഇരുമ്പുവടികൾ എന്നിവ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത്. തടയാൻ ശ്രമിച്ച റഹീമിന്റെ സുഹൃത്ത് കലന്തർ ഷാഫിക്ക് നേരെയും ആക്രമണമുണ്ടായി. നെഞ്ചിലും പുറത്തും കയ്യിലും വാളുകൊണ്ടുള്ള വെട്ടേറ്റ് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷാഫിയുടെ പരാതിയിലാണ് ബണ്ട്വാൾ റൂറൽ പോലീസ് കേസെടുത്തത്. മംഗളൂരുവിൽ വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ മെയ് 1 ബജറംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക സംഘർഷങ്ങളാണ് അരങ്ങേറിയത്. അബ്ദുൾ റഹീമിന്റെ കൊലപാതകത്തിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് പോലീസ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗും ശക്തമാക്കി. അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. ഛത്തീസ്ഗഡിലെ കവർധയിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററിനും കുടുംബത്തിനും നേരെ ആക്രമണം. കവർധ ഹോളി കിങ്ഡം സ്കൂൾ മാനേജർ ജോസ് തോമസിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതു സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും ഇപ്പോഴും ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്നും കുടുംബം പറയുന്നു. മെയ് 18 പള്ളിയിലെ ആരാധനയ്ക്കിടെ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിക്രമിച്ചു കയറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുവെന്നാണ് പരാതി. പ്രാദേശിക BJP നേതാവുമായുള്ള സ്കൂൾ ഫീസ് തർക്കത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് കുടുംബം ആരോപിക്കുന്നു. നേതാവിന്റെ കുടുംബാംഗങ്ങളുടെ 2 വർഷത്തെ സ്കൂൾ ഫീസ് കുടിശ്ശിക എഴുതിത്തള്ളുക എന്നതാണ് അക്രമികളുടെ ആവശ്യമെന്നും കുടുംബം പറയുന്നു. കവർധയിലുള്ള BJP പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര ചന്ദ്രവംശി എനിക്ക് ഫോൺ ചെയ്ത് ഇപ്രകാരം പറഞ്ഞു, ഷിൻഡെ പരിവാറിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ TC കൊടുക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, TCക്ക് ആപ്ലിക്കേഷൻ തന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഉടൻ തന്നെ ഞാൻ TCക്ക് ആപ്ലിക്കേഷൻ തരാം, ആ കുഞ്ഞുങ്ങളുടെ TC കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ ഏകദേശം 1-1.5 ലക്ഷം രൂപ തരാണ്ട് ബാക്കിയുണ്ട്, അതിലേക്കുള്ള വ്യവസ്ഥ കൂടി സാർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു.
ഉടൻ തന്നെ എന്നോട് പറഞ്ഞു, നിൻ്റെ കോളിക്കണ്ട സ്കൂളിനെ ഞാൻ എന്നേക്കുമായി ഇവിടെ നിന്ന് ബന്ദ് ചെയ്യാൻ പോവുക. ഇത് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും അപ്പനും സഹോദരങ്ങൾക്കും എല്ലാം വളരെ അസഭ്യമായിട്ടുള്ള തെറികൾ വിളിക്കുകയും എന്നോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദേവാലയത്തിൽ ആരാധനയ്ക്കെത്തിയവരെ മുഴുവൻ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തതായും പരാതിയുണ്ട്. അറസ്റ്റ് ചെയ്തവരെ മുഴുവൻ മതപരിവർത്തനം നടന്നു എന്ന് മൊഴി നൽകാൻ നിർബന്ധിച്ചെന്നും ജോസ് തോമസ് പറയുന്നു. സ്കൂൾ അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതായും അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് അറിയിച്ചു. विश्व हिंदू परिषद और बजरंग दल के कुछ जो कार्यकर्ता हैं उनके द्वारा शिकायत की गई कि आदर्श नगर परिसर में जो परिसर में हम कहाँ खड़े हैं, यहाँ पे एक सभा आयोजित की जा रही है, आराधना कराई जा रही है और लोगों को गलत तरीके से यहाँ पे धर्मांतरण कराया जा रहा है। उनकी शिकायत पर यहाँ पे पुलिस मौके पे आई और अभी यहाँ पे मौके पे जांच चल रही है कि यहाँ एक्चुअल में क्या हो रहा था। 20-25 लोग थे यहाँ पे उपस्थित थे जो यहाँ आराधना के लिए आए हुए थे, तो उनसे अभी पूछताछ की जा रही है और जैसे भी तथ्य सामने आएंगे उस हिसाब से कार्रवाई की जाएगी। ആക്രമണത്തെ തുടർന്ന് വിളിച്ചു വരുത്തിയ ജോസ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചു. ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോസ് തോമസും കുടുംബവും ഒളിവ് ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലും സ്കൂളിലും ആൾക്കൂട്ട ആക്രമണം ഭയന്ന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും കുടുംബം പരാതിപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊല്ലം പത്തനാപുരം കറവൂരിൽ യുവാവിനെ കൊന്നു വനത്തിൽ തള്ളിയ സംഭവത്തിൽ പിടിയിലായ പ്രതിയുടെ ഭാര്യയുടെ കട പ്രദേശവാസികൾ സംഘം ചേർന്ന് കത്തിച്ചു. പിറവന്തൂർ സ്വദേശി ഓമനക്കുട്ടനെ കൊലപ്പെടുത്തി വനത്തിൽ തള്ളിയ കേസുമായി ബന്ധപ്പെട്ടാണ് സംഭവം. ഒന്നാം പ്രതി അനിൽകുമാറിന്റെ ഭാര്യ നടത്തുന്ന ഹോട്ടലാണ് പ്രദേശവാസികൾ സംഘം ചേർന്നെത്തി അടിച്ച് തകർത്ത് തീയിട്ടത്. പിറവന്തൂർ തൊടിക്കണ്ടം സ്വദേശി 36-കാരനായ ഓമനക്കുട്ടനെ 16 ദിവസം മുൻപാണ് കൊന്നു വനത്തിൽ തള്ളിയത്. കേസിൽ പ്രതികളായ കറവൂർ സ്വദേശി അനിൽകുമാർ, റഹ്മാൻ ഷാജി എന്നിവർ റിമാൻഡിലാണ്. ഒന്നാം പ്രതി അനിൽകുമാറിന്റെ ഭാര്യ ഗിരിജ നടത്തുന്ന ഹോട്ടൽ കൊല്ലപ്പെട്ട ഓമനക്കുട്ടന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തുറന്നു പ്രവർത്തിപ്പിച്ചു. ഇതിൽ പ്രകോപിതരായാണ് പ്രദേശവാസികളായ ഒരു സംഘം ആളുകൾ കട അടിച്ചു തകർത്ത് തീയിട്ടത്. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. സംഘർഷത്തിനിടെ ഗിരിജയുടെ തലയ്ക്കും പരിക്കുപറ്റി. എൻ്റെ ഒരു അനിയനാണ് അടിച്ചു പോകുന്നത്. ഈ അനിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞത്. രണ്ടാം പ്രതി ഷാജി എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ അനിയനെ കൊന്നിട്ട് ആ അനിലിൻ്റെ ഭാര്യ അവൾ വന്ന് ഇവിടെ വന്ന് 16 എൻ്റെ അനിയൻ്റെ 16 കഴിയുമ്പോഴേട്ട് അവൾ ഇവിടെ കട തുറന്നിട്ട് അവൾ കാണിച്ച പരിപാടി ഒന്നുമില്ല. അടുത്തവനെ കൊല്ലാൻ വേണ്ടി അവൾ വന്നത്. ഞങ്ങളെല്ലാം കൂടെ നാട്ടുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ 150 വീടുകളും ഉണ്ട് കോളനിക്കകത്ത്. ഈ 150 ആൾക്കാർ ഞങ്ങളെല്ലാം കൂടെ വന്ന ഞങ്ങളുടെ പ്രശ്നത്തെ അവൾ ഇനി ജീവനുള്ള കാലം വരെ അവരവരോട് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വിഷമമുണ്ട് സാറേ. പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിന്നതിനെ തുടർന്ന് പത്തനാപുരം പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഗിരിജയെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പുനലൂർ. നെയ്യാറ്റിൻകര വെള്ളറടയിൽ യുവാവിനെ മർദ്ദിച്ചതായി പരാതി. പഞ്ചായത്തിലെ കരാർ അഴിമതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വിവരാവകാശ അപേക്ഷ നൽകിയതിലുള്ള പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണം എന്നാണ് യുവാവ് പറയുന്നത്. 4 അംഗ സംഘം മർദ്ദിച്ചതായിട്ടാണ് പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി.
മണത്തോട്ടം സ്വദേശി വിനോദ് എന്ന 34-കാരനെയാണ് 4-അംഗ സംഘം മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ ആരാധനയ്ക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. പൊതുപ്രവർത്തകൻ കൂടിയായ വിനോദ് വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ ചില കരാർ അഴിമതികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു. ഇതിലുള്ള പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് വിനോദ് പറയുന്നത്. മുഖത്തും നെഞ്ചിനും മർദ്ദനമേറ്റ വിനോദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനച്ചമൂട് വേങ്കോട് സ്വദേശികളായ അജേഷ് ക്ലമൻസ്, ക്ലൈമറ്റ്, ഷൈജു എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെ വിനോദ് വെള്ളറട പോലീസിൽ പരാതി നൽകി. പരാതി ലഭിച്ചെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അഴിമതികളെക്കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ പള്ളിക്കകത്ത് വെച്ച് അവിടുത്തെ കൺട്രാക്റ്റിൻ്റെ മക്കളും അവരുടെ ഗുണ്ടകളും ചേർന്ന് എന്നെ മൃഗീയമായി തല്ലിയത്. അങ്ങനെ എൻ്റെ നെഞ്ചിനും എൻ്റെ ചുണ്ടിലിടിച്ച് പൊട്ടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നെറ്റിയിലടിച്ചു. അതിലെനിക്ക് ഛർദിലൊക്കെ സംഭവിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി ട്രെയിൻ മാർഗം കൊണ്ടുവന്ന MDMA അതിവിദഗ്ധമായി പോലീസ് പിടികൂടി. കൊല്ലം അഞ്ചാലമൂട് സ്വദേശി 26-കാരനായിട്ടുള്ള ഗിരീഷ്, കടപ്പാക്കട സ്വദേശി 30-കാരൻ അമ്പു എന്ന് വിളിക്കുന്ന രാഹുൽ എന്നിവരാണ് കേസിൽ പിടിയിലായത്. നിരന്തരമുള്ള പോലീസ് നിരീക്ഷണത്തിലാണ് ഇരുവരെയും പിടികൂടാൻ കഴിഞ്ഞത്. ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ MDMAയുമായി പിടിയിലായ യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2 പേർ കൂടി പിടിയിലായത്. MDMA വിപണനത്തിനായി 1-ാം പ്രതിയായ ഗിരീഷിന്റെ നമ്പറിലേക്ക് നിരവധി തവണ ഫോൺ ചെയ്ത വിവരങ്ങളും വാട്സാപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഗിരീഷിന്റെ ഫോൺ നമ്പർ സൈബർ സെൽ നിരീക്ഷിച്ചപ്പോൾ ബംഗളൂരുവിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു. നിരീക്ഷണത്തിൽ ഇയാൾ കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം സഞ്ചരിക്കുന്നതായി വിവരം ലഭിച്ചു. ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് വലവിരിച്ചുവെങ്കിലും കൊല്ലത്തിറങ്ങാതെ പ്രതി യാത്ര തുടർന്നു. ഒടുവിൽ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും സമീപത്തെ ഹോട്ടലിലെ ലൊക്കേഷൻ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ പ്രതിയെ പിന്തുടർന്ന് പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. അഞ്ചാലമൂട് സ്വദേശിയാണ് പിടിയിലായ ഗിരീഷ്. ഇയാളുടെ ദേഹപരിശോധനയിൽ 34 ഗ്രാം MDMA കണ്ടെടുത്തു. ഗിരീഷിനെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് രാഹുലിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. രാഹുലിന് കൈമാറാനാണ് MDMA കൊണ്ടുവന്നതെന്ന് ഗിരീഷ് വെളിപ്പെടുത്തി. കൊല്ലം കടപ്പാക്കട സ്വദേശിയായ രാഹുലിനെ പൊഴിക്കരയിലെ വാടക വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ബംഗളൂരു സ്വദേശിയാണ് ഇവർക്ക് ലഹരി മരുന്ന് കൈമാറ്റം ചെയ്യുന്നത്. ലഹരി സംഘങ്ങൾക്കെതിരെ അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. വീടുകളിൽ കയറി റബ്ബർ ഷീറ്റുകളും ഗ്രഹോപകരണങ്ങളും മോഷ്ടിച്ചിരുന്ന പ്രതികളെ കൊല്ലം പൂയപ്പള്ളി പോലീസ് പിടികൂടി. വെളിനല്ലൂർ കരിങ്ങന്നൂർ സ്വദേശികളായിട്ടുള്ള ആരോമൽ, ചന്തു, മനോജ്, അഖിൽ എന്നിവരെയാണ് പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. പകൽ സമയങ്ങളിൽ സംഘം ചേർന്ന് ചൂണ്ടയിട്ട് മീൻപിടുത്തവും രാത്രികാലങ്ങളിൽ മോഷണവുമായിരുന്നു പ്രതികളുടെ തൊഴിൽ. ഓയൂർ കരിങ്ങന്നൂർ പ്രദേശങ്ങളിൽ വ്യാപകമായി മോഷണം നടത്തി വരവെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. വെളിനല്ലൂർ കരിങ്ങന്നൂർ സ്വദേശികളായ ആരോമൽ, ചന്തു, മനോജ്, അഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കരിങ്ങന്നൂർ താന്നിമൂട് സ്വദേശികളായ അജയ്കുമാർ, ദിലീപ് കുമാർ, കരിങ്ങന്നൂർ സ്വദേശി സലീം എന്നിവരുടെ പരാതിയിലാണ് അറസ്റ്റ്. അജയ്കുമാറിന്റെ വീടിന്റെ ഓട് പൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ TV, മിക്സി, അലൂമിനിയം പാത്രങ്ങൾ തുടങ്ങിയവ മോഷ്ടിച്ചിരുന്നു. പ്രതികളെക്കുറിച്ച് വീട്ടുകാർ നൽകിയ സൂചന പ്രകാരം പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതികളെ പിടികൂടിയത്.
സംഘം മോഷണ വസ്തുക്കൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് മുന്തിയ ഇനം ഭക്ഷണം കഴിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു വരികയായിരുന്നു. ഇവർ പകൽ സമയങ്ങളിൽ ഇത്തിക്കര ആറിന്റെ തീരത്ത് ആളൊഴിഞ്ഞയിടത്ത് വിശ്രമിക്കാനെത്തുമെന്ന രഹസ്യവിവരം ലഭിച്ച പോലീസ് മീൻപിടുത്തക്കാരുടെ വേഷത്തിൽ സ്ഥലത്തെത്തി. ഇവിടെ സ്ഥിരമായ ആളുകൾ മീൻ പിടിക്കാനെത്തുമായിരുന്നതിനാൽ പ്രതികൾക്ക് സംശയം തോന്നിയില്ല. ഉച്ചയോടെ ആറ്റിറമ്പിൽ വിശ്രമിക്കാനെത്തിയ പ്രതികളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. അധ്യാപകർ ദൈവതുല്യരാണെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. ഇന്നാകട്ടെ ഗുരു ശിഷ്യബന്ധം വളരെ മോശമായിരിക്കുന്നു. പരസ്പരം മോശമായി പെരുമാറുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഏറെയാണ്. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ബംഗ്ലാദേശ് സ്വദേശിയായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വകുപ്പ് മേധാവിക്ക് സസ്പെൻഷൻ നൽകി. പീഡന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അക്വാട്ടിക് ബയോളജി വകുപ്പ് മേധാവി ഡോക്ടർ SM റാഫിയെ സസ്പെൻഡ് ചെയ്യാനും വകുപ്പ് മേധാവി സ്ഥാനത്ത് നീക്കാനുമാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചത്. സംഭവത്തിൽ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്യാമ്പസ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.